ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറുന്ന കലാപങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യക്കെതിരെ വിദ്യാർത്ഥികളെ തിരിപ്പിക്കുന്നത് പോലും ISI ആണെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമി, ഇൻകുലാബ് മഞ്ച് പോലുള്ള ഗ്രൂപ്പുകളുടെ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക, അതുവഴി പാകിസ്ഥാനിലേതിന് സമാനമായ ഒരു ഭീകരവിരുദ്ധ ബംഗ്ലാദേശിൽ ഉണ്ടാക്കുക എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയവയാണ് ഇപ്പോൾ ISI ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ പുതിയ ബന്ധം സ്ഥാപിച്ചതായിട്ടുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അന്ന് മുതൽക്കേ തന്നെ ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണം നടത്താൻ ബംഗ്ലാദേശുമായി ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ പദ്ധതികൾ മെനയുകയാണ്. എന്നാൽ ഒന്നും കുറിക്ക് കൊള്ളാതിരുന്നിടത്തോളം പിന്നീടാണ് അവർക്ക് ഹാദിയുടെ ഈ ഒരു മരണം അവർക്ക് മുന്നിലേക്ക് ഒരു തുണ്ടായി അല്ലെങ്കിൽ ഒരു തുറുപ്പ് ചീട്ടായി തന്നെ വീണ് കിട്ടുന്നത്. അതവർ അതിനെ ഒരു അവസരമാക്കി കണക്കാക്കിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഒളിയമ്പ് അല്ലെങ്കിൽ ഒളിപ്പോര് നടത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത്. 2024 ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണതിന് പിന്നാലെയാണ് ISI ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സുരക്ഷാ രംഗങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ധക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ISIയുടെ ഒരു പ്രത്യേക സെൽ സ്ഥാപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് യൂണിയനിൽ ഉയർന്ന റാങ്കുള്ള സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 2025 ഒക്ടോബറിൽ പാകിസ്ഥാൻ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ നാക്കി ഷംഷാദ് മിശ്ര ധക്ക സന്ദർശിച്ചിരുന്നു. സന്ദർശന വേളയിലാകട്ടെ അവിടെ ജനറൽ മിർസയും ഉന്നത ISI ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശിന്റെ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസും ഡയറക്ടർ ജനറൽ ഓഫ് ഫോഴ്സ് ഇന്റലിജൻസും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തതായിട്ടും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ബംഗാൾ ഉൾക്കടൽ നിരീക്ഷണം ലക്ഷ്യമിട്ടുള്ള സംയുക്ത രഹസ്യാന്വേഷണ സംവിധാനം രൂപപ്പെട്ടത്. ഇത് ഭാരതത്തിന്റെ കീഴിൽ അതിർത്തികൾ അത് നിരീക്ഷിക്കുവാനുള്ള സംവിധാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും. പാകിസ്ഥാൻ ബംഗ്ലാദേശ് പുതിയ ബന്ധത്തെക്കുറിച്ച് ഭാരതത്തിന് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആയതിനാൽ തന്നെയാകാം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി തന്നെ തങ്ങൾ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണവും നടത്തില്ല, ഇന്ത്യയുടെ എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണ് എന്നത് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. അതേസമയം ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി സംഘടനകളെ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒരുക്കിയത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയായിരുന്നു അമേരിക്കയിലെ സമാന്തര അധികാര സംവിധാനമായ ഡീപ് സ്റ്റേറ്റ്. അമേരിക്കയിലെ സമ്പന്ന കുടുംബങ്ങൾ, സൈനിക മേധാവികൾ, ആയുധ കമ്പനി ഉടമകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, രാഷ്ട്രീയക്കാർ എന്നിവർ ഉൾപ്പെടുന്ന ഒരു രഹസ്യ ശക്തിയാണ് ഡീപ് സ്റ്റേറ്റ്. ഏതു വിധേനയും ഇന്ത്യയെ കൊണ്ട് ബംഗ്ലാദേശിനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം. അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയെ തന്നെ അവിടെ മറയാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ നീക്കം നടത്താനായിരുന്നു ഡീപ് സ്റ്റേറ്റ് ലക്ഷ്യം വെച്ചത്. ഒപ്പം തന്നെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടി ഇളക്കി പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, അതുവഴി മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമായി തന്നെ പറയപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.